2600 സ്ക്വയർ ഫീറ്റിലുള്ള ഈ പ്രോജക്റ്റ് 10 സെന്റ് സ്ഥലത്ത് ഒരു വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വന്നിരിക്കുന്ന ഈ പ്രോജക്റ്റ് ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. 5 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസ്, അതായത് ഒരു മെയ്ഡ് റൂം കൂടെ കൂട്ടി 5 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസിലാണ് പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഫോമൽ ആൻഡ് ഫാമിലി സ്പേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അതിന്റെ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ പ്രൊജക്ടിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ റോഡുമായിട്ട് ഒരു 8-9 അടി പൊക്കത്തില് 8 to 9 നിയർ ടു 10 ഫീറ്റ് എലിവേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത്. എന്നാൽ നമുക്ക് പ്ലോട്ടിലേക്ക് ഒരു അപ്രോച്ചിനുള്ളൊരു സ്പേസും ഇല്ലതാണ്. നമ്മൾ അത് കട്ട് ചെയ്ത് താക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ജോഗ്രഫി വെച്ച് നമ്മളിപ്പം ഈ ഡ്രോൺ ഷൂട്ടിലൊക്കെ ആണെങ്കിലും കാണുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ജോഗ്രഫി വെച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് അങ്ങോട്ടൊരു അപ്രോച്ച് കയറ്റാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 2 ലെവലിൽ തന്നെ ഇതിന്റെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ആദ്യം കാർപോർച്ചിന്റെ പോർഷനും വണ്ടി അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും കണ്ടോണ്ടാണ് ഇതിന്റെ ലേഔട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പ്രൊജക്ടിന്റെ പ്ലാനിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഈ ലേഔട്ട് ആദ്യമേ എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ സെന്റർ പോർഷനിൽ ഞാൻ പറഞ്ഞ ചലഞ്ചസ് നമുക്ക് ആദ്യമേ തന്നെ കാർപോർച്ചിന്റെ ഏരിയയിലേക്കാണ് വരുന്നത്. കാരണം ഇതുണ്ടോ, റോഡ് ആക്സസ് ചെയ്ത് പോകുന്നിടത്തും നമുക്ക് ഫസ്റ്റ് ആക്സസ് കിട്ടുന്നത് ഈ കാർപോർച്ചിന്റെ ഈ ഒരു സ്പേസിലേക്കാണ്. കാർപോർച്ച് അങ്ങ് കയറി പിന്നെ നമുക്ക് 1, 2, 3 സ്റ്റെപ്പ് വഴി ഒരു മിഡ് ലാൻഡിങ് വന്നതിന് ശേഷം അവിടെ നിന്നാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് കയറി നമ്മൾ വീടിന്റെ മുറ്റത്തേക്ക് എത്തുക. അതുകൊണ്ടാണ് ഈ പ്ലാന് പ്രസന്റ് ചെയ്യുമ്പോൾ ആദ്യമേ അതിന്റെ സെല്ലാർ ഏരിയ അല്ലെങ്കിൽ കാർപോർച്ച് ആക്സസ് ചെയ്യുന്ന ഏരിയ നമ്മൾ കാണിച്ചു പോകുന്നത്. ജനറലി എന്റെ പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സിറ്റ് ഔട്ട് ഒരു ടേപ്പേഡ് ഷേപ്പായിട്ട്, അതായത് പ്ലോട്ടിന് അനുയോജ്യമായിട്ട് ടേപ്പേഡ് ഷേപ്പിൽ കൊടുത്തു. അതുപോലെ ഫാമിലി ലിവിങ് ഏറ്റവും ഫ്രണ്ട് ലെഫ്റ്റ് കോർണറിലും, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലും, നമ്മുടെ ഫാമിലി ലിവിങ് സൗത്ത് ഈസ്റ്റ് കോർണറിലുമായിട്ട് നമ്മൾ 2 ഫാമിലി ലിവിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കലായിട്ട് നമ്മുടെ ബെഡ്റൂംസിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ബെഡ്റൂംസ്, മാസ്റ്റർ ബെഡ്റൂം അങ്ങനെയുള്ളിടത്തൊക്കെ കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിന് വേണ്ട ഡ്രസ്സിംഗ് സ്പേസ്, ടോയ്ലറ്റിന്റെ ഈ പറയുന്ന പോലെ വെറ്റാൻട്രി പ്രൊവിഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. സഫീഷ്യന്റ് ആയിട്ടുള്ള വാർഡ്രോപ്പ്, ബേ വിൻഡോ സ്പേസ്, പിന്നെ ബോത്ത് സൈഡിൽ നമ്മള് ബെഡ് ടേബിൾസ്, ക്രോസ് വെന്റിലേഷൻസ് എല്ലാം എല്ലാ റൂംസിലും നമ്മൾ പ്രൊവൈഡ് ചെയ്താ പോയിട്ടുള്ളത്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ മെയ്ഡ് റൂം, ഇത് 3ഉം ഏറ്റവും ബാക്ക് സൈഡിൽ ഫ്ലാറ്റ് ആയിട്ട് ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. അവിടുന്ന് വലിയ ട്രാഫിക് ഡിസ്റ്റൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് ആക്സസ് ചെയ്യാവുന്ന ക്ലോസ് ടു ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ കൊടുത്ത് ഒരു പേഷ്യോ പ്രൊവിഷനും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോമൺ ടോയ്ലറ്റിനോട് ചേർന്നിട്ടാണ്, അതായത് ഡൈനിങ്ങിന്റെ അവിടുന്ന് ഒരു അല്പം ഡിസ്റ്റൻസ് മാറി ആണ് നമ്മൾ ഈ കോമൺ വാഷും കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത്. അതായത് ഡൈനിങ്ങിന്റെ ഏരിയയിൽ ഒരു കഴുകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് ഒരു പ്രൈവസി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ പ്രയർ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സ്റ്റെയർ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്പേസിനെ നമ്മൾ അപ്പർ ലിവിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ഒരു പാസേജ് വരുന്നുണ്ട്. പാസേജിനോട് ചേർന്ന് അതിന്റെ ബിസൈഡ് നമ്മുടെ ഫോമൽ ലിവിങ്ങിന്റെ മുകളിലത്തെ ഡബിൾ ഹൈറ്റ് ആണ്. അപ്പൊ പാസേജിന് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോമൽ ലിവിംഗിലേക്കുള്ള ഒരു വ്യൂ ഉണ്ട്, ഒരു ആക്സസ് ഉണ്ട്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സെയിം ടൈം പാസേജ് വഴി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലേക്ക് വരാം. ബെഡ്റൂമിന് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. 2 ബാൽക്കണി ഉണ്ടോ, 2ഉം ടേപ്പേഡ് ആയിട്ട് നിർത്തിയേക്കുന്നു. അത് എലിവേഷനിൽ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടാണ് നമ്മൾ 2ഉം ടേപ്പേഡ് ആയിട്ടാണ് ബാൽക്കണീസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ 3 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, അതിന് കൺജഷൻ ഒന്നും ഇല്ലാതെ ക്രോസ് വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്ത്, ക്രോസ് വെന്റിലേഷൻസും ടോയ്ലറ്റിന് വെറ്റാൻട്രിയും മറ്റു കാര്യങ്ങൾ, ഡ്രസ് സ്പേസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ പ്ലാനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്ലോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആ പാർക്കിങ്ങിന്റെ ഒരു ലോട്ടും ആ കാർ പോർച്ചുമാണ് നമുക്ക് റോട്ടിൽ നിന്ന് കറക്റ്റ് ആക്സസ് കിട്ടുക. അവിടെ നിന്നാണ് പിന്നെ നമ്മളൊരു സ്റ്റെപ്പ് കയറി ഒരു മിഡ് ലാൻഡിങ്ങിൽ കയറി നമ്മൾ മുറ്റത്തേക്ക് കയറുക. ഇതാണ് അതിന്റെ ഫ്രണ്ട് കാർ പോർച്ച് ഏരിയ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ 2 ടേപ്പേഡ് ആയിട്ടുള്ള ബാൽക്കണീസ് ആണ് അതിന്റെ ഹൈലൈറ്റ്. അതുപോലെ
പ്ലോട്ടിന്റെ ചെരിവിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാർ പോർച്ചിന്റെ റൂഫ് വർക്ക്, അതിന്റെ ഷെയ്ഡ് ടേപ്പേഡ് ആയിട്ട് നിൽക്കുന്നു. അതിന് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ മാക്സിമം ഫ്രണ്ടില് പില്ലേഴ്സ് 4-5 പില്ലേഴ്സ് ഫ്രണ്ടിൽ നമുക്ക് ഒരേ അലൈൻമെന്റിൽ ആ ടേപ്പേഡ് ഷേപ്പിൽ തന്നെ വരുന്നു. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ടെക്സ്ചർ പെയിന്റും കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരിക. പിന്നെ ട്രോപ്പിക്കൽ എലിവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഉള്ള നമ്മുടെ ബാൽക്കണീസിനെ കവർ ചെയ്തിട്ടുള്ള ഒരു CNC വർക്കുണ്ട്. അതുപോലെ ട്രോപ്പിക്കലായിട്ട് നമ്മൾ 3 വിങ്സ് ആയിട്ട് നിൽക്കുന്ന റൂഫ് വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം ആയിട്ട്. ഇതാണ് ഇതിന്റെ ട്രോപ്പിക്കൽ കൺസെപ്റ്റിന്റെ കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഡിസൈൻ എലമെന്റ്സ്. അപ്പോൾ ഇതാണ് ഈ പ്രൊജക്ടിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ പ്രൊജക്ട്, ഈ പ്ലോട്ട്, ഈ പ്ലാന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റേ ട്യൂൺഡ് വിത്ത് us. ഫോർദർ ഞങ്ങൾ ഇതേപോലുള്ള നല്ല മനോഹരമായ ഡിഫറെന്റ് ഡിസൈൻസുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.